നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFന് കീറാമുട്ടിയായി സീറ്റ് വിഭജനം. സീറ്റ് വിഭജന ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അടക്കം കോൺഗ്രസ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. വടകരയ്ക്ക് പുറമെ സീറ്റ് ആവശ്യപ്പെട്ട RMPക്ക് രണ്ടാം സീറ്റ് നൽകേണ്ടെന്നും കുന്നംകുളം സീറ്റ് CMPക്ക് വിട്ടു നൽകാനും UDFൽ ധാരണയായി. UDFൽ സീറ്റ് മാറ്റ ചർച്ചകൾ തീരുമാനമാകാതെ വൈകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഘടകകക്ഷികൾ. കോൺഗ്രസുമായുള്ള ചർച്ചകളിൽ തീരുമാനം വൈകുന്നതിൽ ലീഗ് നേതൃത്വം അതൃപ്തി പ്രകടമാക്കി. തിരുവമ്പാടി പട്ടാമ്പി സീറ്റ് കൈമാറ്റത്തിൽ പ്രാദേശിക എതിർപ്പ് രൂക്ഷമാകുന്നതാണ് സീറ്റ് ധാരണയിലെത്താത്തതിന് കാരണം. കോങ്ങാട്, പുനലൂർ സീറ്റുകൾക്ക് പകരം മുസ്ലിം ലീഗിന് ഏത് സീറ്റുകൾ നൽകുമെന്നതിലും കോൺഗ്രസിൽ ധാരണയായിട്ടില്ല. തീരുമാനം വൈകുന്നത് സ്ഥാനാർത്ഥി നിർണയത്തെ കാര്യമായി ബാധിക്കുന്നതായി ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ചർച്ചകൾ നീണ്ടുപോകുന്നതിലും കോൺഗ്രസ് 3 സീറ്റ് ആവശ്യപ്പെടുന്നതിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. വിട്ടു നൽകുന്ന സീറ്റിന് പകരം പൂഞ്ഞാർ വേണമെന്ന ആവശ്യവും ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ചു. സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും ജോസഫ് വിഭാഗം വ്യക്തമാക്കി. എന്നാൽ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം മുന്നണിയുടെ ഭാഗമായതിനു ശേഷം ആദ്യമായി ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകിയിരിക്കുകയാണ് UDF. മുന്നണി ധാരണ പ്രകാരം ചാത്തന്നൂർ സീറ്റാണ് ഫോർവേഡ് ബ്ലോക്കിന് നൽകിയത്. പാർട്ടി ദേശീയ സെക്രട്ടറി ദേവരാജൻ മണ്ഡലത്തിൽ മത്സരിക്കും. വടകരയ്ക്ക് പുറമെ സീറ്റ് ആവശ്യപ്പെട്ട RMPക്ക് രണ്ടാം സീറ്റില്ല. RMP ആവശ്യപ്പെട്ട കുന്നംകുളം സീറ്റ് CMPക്ക് വിട്ടു നൽകാനും മുന്നണിയിൽ ധാരണയായി. ന്യൂസ് മലയാളം, കോഴിക്കോട്.